തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്തുകൊണ്ട് പീലാത്തോസിന്റെ അരമനയിലും ഹെറോദാവിന്റെ കൊട്ടാരത്തിലും ഹന്നായുടെയും കയ്യാപ്പാവിന്റെ ആസ്ഥാന മന്ദിരങ്ങളിലുമൊക്കെ തന്റെ പരിവാര സമേതം എത്തി ജയഭേരി മുഴക്കി ഉയർപ്പിന്റെ വിജയം ആഘോഷിച്ചില്ല എന്ന് ചിലരൊക്കെ ചോദിക്കാറുണ്ട്. സത്യത്തെ കുരിശു തറച്ച് കൊല്ലാം, ജീവന്റെ ഉടയവനെ കല്ലറയിൽ വെച്ച് കല്ലുകൊണ്ട് മൂടി ഇല്ലാതാക്കാം എന്നെല്ലാമുള്ള മനുഷ്യന്റെ വ്യർത്ഥ മോഹങ്ങൾ ഉയർപ്പിലൂടെ തകർക്കപ്പെടുകയാണല്ലോ ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിന് നേതൃത്വം കൊടുത്തവരെ അവരുടെ വഞ്ചനയുടെയും ചതിയുടെയും മുഖംമൂടികൾ പൊളിച്ചടുക്കി സമൂഹ മധ്യത്തിൽ അവരെ എളിഭരാക്കി ക്രിസ്തു വിജയം ആഘോഷിക്കേണ്ടതായിരുന്നില്ലേ എന്നാണ് ആ കൂട്ടർ വാദിക്കുന്നത്. ഇവിടെയാണ് ഉയർപ്പിന്റെ വിജയം നാം സാധാരണ കാണുന്ന രാഷ്ട്രീയ വിജയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കാണേണ്ടത്. എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പ്രഖ്യാപിച്ച യേശുവിന് ഈ ലോകത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ തൻ്റെ വിജയം പ്രതിയോഗിയെ കീഴ്പ്പെടുത്തുവാനുള്ള ആയുധമല്ല, മറിച്ച് പ്രതിയോഗിയെ പോലും തൻ്റെ വശത്തേക്ക് ചേർത്ത് നിർത്തുവാനുള്ള സ്നേഹത്തിൻ്റെ മാർഗമാണ് എന്ന് അവൻ തെളിയിച്ചത്. തൻ്റെ ഉയർപ്പിന് ശേഷം തൻ്റെ രാജ്യം ഈ ലോകത്തിൽ കെട്ടിപ്പടുക്കുവാനുള്ള ദൗത്യം തൻ്റെ ശിഷ്യന്മാരെ ഭരമേൽപ്പിക്കുകയും അതിന് അവരെ സജ്ജരാക്കുകയുമായിരുന്നു ക്രിസ്തുവിന്റെ പ്രഥമ ലക്ഷ്യം. അതിന് പകരം പോർവിളിയും പകരം വീട്ടലും വിജയഭേരിയും മുഴക്കിയുള്ള ഘോഷയാത്രയും ഒക്കെ ആസൂത്രണം ചെയ്തിരുന്നെങ്കിൽ അന്ന് തന്നെ ക്രിസ്തുവിന്റെ ദൗത്യം പരാജയപ്പെട്ടേനെ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നൽകുന്ന 3 സന്ദേശങ്ങൾ താൻ വിഭാവനം ചെയ്ത തൻ്റെ രാജ്യത്തിന്റെ 3 പ്രത്യേക സ്വഭാവ സവിശേഷതകളായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഒന്നാമത്, തൻ്റെ രാജ്യം സമാധാനത്തിന്റെ രാജ്യമാണ്. രണ്ടാമത്, തൻ്റെ രാജ്യം സ്വയം വെറുമയാക്കപ്പെടലിന്റെ രാജ്യമാണ്. മൂന്നാമത്, തൻ്റെ രാജ്യം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയും നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്ന രാജ്യമാണ്. ഈ 3 സന്ദേശങ്ങൾ പ്രധാനമായി ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ സന്ദേശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭങ്ങളെല്ലാം നൽകുന്ന ആശംസയും സന്ദേശവും നിങ്ങൾക്ക് സമാധാനം എന്നതായിരുന്നല്ലോ. കർത്താവിന്റെ രാജ്യത്തിന്റെ സ്വഭാവമാണ് നാം ഇവിടെ കാണുന്നത്. അവന്റെ രാജ്യം സമാധാനമാണ്. സമാധാനം പരസ്പര ബഹുമാനത്തോടുകൂടി അന്യോന്യം പ്രകടിപ്പിക്കുന്ന ആദരവാണ്. വിട്ടുവീഴ്ചകൾക്ക് സ്വയം തയ്യാറായി പരസ്പരം കലഹങ്ങളും തർക്കങ്ങളും ഒഴിവാക്കുന്ന അവസ്ഥയാണ്. ക്ഷമയുടെ ആത്മാവ് നിറഞ്ഞ അന്തരംഗത്തിന്റെ പ്രവർത്തനമാണ് സമാധാനം. അനുരഞ്ജനത്തിന് എപ്പോഴും തയ്യാറാകുന്ന മനസാക്ഷിയാണ് സമാധാനം. അവിടെ തർക്കങ്ങളില്ല, കലഹങ്ങളില്ല, മൂപ്പിളമ വ്യത്യാസങ്ങളിലെ അധീശത്വ മനോഭാവമില്ല, ആർക്കും ആരെയും സംശയമില്ല, ആർക്കും ആരെയും ഭയമില്ല. യെശയ്യാ പ്രവചനം 11:6 വിവരിക്കുന്ന യഹോവയുടെ പർവ്വതത്തിന്റെ മനോഹാരിത അവിടെ കളിയാടും. അവിടെ ചെന്നായും കുഞ്ഞാടും ഒന്നിച്ച് പാർക്കും. പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും ബാലസിംഹവും ഒരുമിച്ച് പാർക്കും. മുല കുടിക്കുന്ന കുട്ടി സർപ്പത്തിന്റെ പോതിൽ കളിക്കും. മുലകുടി മാറിയ കുട്ടി അണിലയുടെ പൊത്തിൽ കൈയിടും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. എത്ര മനോഹരമായ ആവാസ വ്യവസ്ഥയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഒരേ വർഗത്തിൽപ്പെട്ടവർ പോലും ഒന്നിച്ച് പാർക്കുവാൻ കഴിയാതെ പോരടിക്കുന്ന ആധുനിക ലോകത്തിൽ പരമ്പരാഗത ശത്രുക്കളായി നാം മനസ്സിലാക്കുന്ന ഈ ജീവികളുടെ കൂട്ടായ ആവാസം എത്ര ഹൃദയഹാരി ആയിരിക്കുന്നു. മനുഷ്യ സമൂഹത്തിൽ എന്നെങ്കിലും ഇത്തരം ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോവുകയാണ്. രണ്ടാമത്, ക്രിസ്തു നൽകുന്ന സന്ദേശം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു എന്നാണ്. മറ്റുള്ളവരുടെ രക്ഷയ്ക്കായി സ്വയം ഇല്ലാതാകുവാനാണ് ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. ഈ സ്വയം വെറുമയാക്കലിന്റെ രാജ്യമാണ് ക്രിസ്തുവിന്റെ രാജ്യം. സ്വാർത്ഥതയില്ലാത്ത, എല്ലാം എനിക്ക് മാത്രം, എൻ്റേത് മാത്രമെന്ന് ചിന്തിക്കാത്ത, മറ്റുള്ളവർക്ക് വേണ്ടി ബലിയായി തീരുവാൻ സ്വയം തയ്യാറാകുന്ന വിശാല ഹൃദയത്തിന്റെ ഉടമകൾ വസിക്കുന്ന ലോകമാണ് ക്രിസ്തു വിഭാവനം ചെയ്തിരിക്കുന്നത്. മൂന്നാമത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്നായിരുന്നു ക്രിസ്തുവിന്റെ ആഹ്വാനം. പരിശുദ്ധാത്മാവ് നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന രാജ്യമാണ് ക്രിസ്തുവിന്റെ രാജ്യം. ഒരു വ്യക്തിയുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്ന 3 വലിയ ബോധ്യങ്ങൾ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികൾക്കും നൽകും എന്ന് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം വാക്യത്തിൽ ക്രിസ്തു തന്നെ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നീതിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള ബോധ്യങ്ങളാണ്. ഈ 3 വിഷയങ്ങളെക്കുറിച്ച് ശരിയായ ബോധ്യമുള്ളവർ സമാധാനത്തിന്റെ അവകാശികളായി രൂപാന്തരപ്പെടും. കൂടാതെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സത്യത്തിൽ വഴി നടത്തുന്നവനാണെന്നും കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷം തന്നെ 16-ാം അധ്യായം 13-ാം വാക്യം. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയും നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്ന അനുഭവം എത്ര മനോഹരമായിരിക്കുന്നു, ആ ലോകം എത്ര സുന്ദരമായിരിക്കുന്നു.
തൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള ബോധ്യം ശിഷ്യന്മാരിൽ ഉറപ്പിക്കുവാനും അവർ ലോകമൊക്കെയിലും പോയി രാജ്യത്തിൻ്റെ സാക്ഷികളാകുവാനും അവരെ പ്രാപ്തരാക്കുക എന്നതായിരുന്നു ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ പ്രഥമ ലക്ഷ്യം. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശിഷ്യന്മാരായി നമുക്കും കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ സാക്ഷികളാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.